ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിട്ടുള്ള വണ്ടി സ്കോർപിയോ ആണ്. സ്കോർപിയോ 2008 മോഡൽ എംഹോക്ക് വണ്ടിയാണ്. ഇതിന് വന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇമ്മോബിലൈസർ എന്ന് പറഞ്ഞ സാധനമില്ല. ഇമ്മോബിലൈസർ വന്നിട്ട് നമുക്ക് ആക്സസ് ആവുന്നത് റിമോട്ട് കൺട്രോൾ യൂണിറ്റിലാണ്. ഒരുപാട് പഴയ വണ്ടിയായിട്ട് എല്ലാവരുടെയും റിമോട്ട് യൂണിറ്റ് ഒക്കെ കംപ്ലൈന്റ് വരും. എന്നിട്ട് ആഫ്റ്റർ മാർക്കറ്റാണ് മിക്കവരും വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം എപ്പം നമുക്ക് അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്തിൽ നമ്മൾ അറിയാതെ തന്നെ വണ്ടിയുടെ മെയിൻ ബാറ്ററി മാറുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, മെയിൻ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മുടെ വണ്ടി വന്നിട്ട് വീണ്ടും ലോക്ക് കണ്ടീഷനിലോട്ട് പോകും. വണ്ടി വന്നിട്ട് സ്റ്റാർട്ട് ആകാതെ പോകും. ആ സമയത്ത് മാത്രമേ ചിലപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. അതിൻ്റെ ഫോൾട്ട് കോഡ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇമ്മോബിലൈസർ സിഗ്നൽ ഈസ് ഇൻ എറർ സോൺ, ഇതാണ് നമുക്ക് വരുന്ന ഫോൾട്ട് കോഡ്. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പം ഈ കണ്ടീഷനിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് DRV എല്ലാം ഓണാവും, പക്ഷെ വണ്ടി വന്നിട്ട് ഇഞ്ചക്ടർ ഫയർ ആയി വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇഞ്ചക്ടർ ഫയർ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടർ സ്പ്രേ ആകില്ല എന്നാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു, അതുകൊണ്ട് എടുത്ത് മാറ്റി പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോഗ്രാം മാറ്റിയിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ECMൻ്റെ പ്രോഗ്രാമിങ് നടക്കുകയാണ്. A few moments later. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്കോർപിയോ വന്നിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. നമ്മുടെ ഇഞ്ചക്ടർ ഫയറായി വണ്ടി സ്റ്റാർട്ടായി ഓടുന്നുണ്ട്. നമുക്കിപ്പോൾ ആ ഫോൾട്ട് കോഡ് നമുക്കിപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് തുടർന്ന് കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.